ടു എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 75% ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയയിൽ നിന്നുള്ളതായിരിക്കും. 25% ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടായിരിക്കും. അതായത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് പരമാവധി 25% ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോൺ ഫോക്കസ് ഏരിയയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരേ ഒരു പ്രോബ്ലമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പോർഷൻ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബൈനറി ഓപ്പറേഷൻ വിശദമായി 2 എപ്പിസോഡായിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ് കാണാം. ഇവിടെ ബൈനറി ഓപ്പറേഷൻ എന്ന പോർഷനിലെ ഒരൊറ്റ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അത് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ നോൺ ഫോക്കസ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 10 ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് മുന്നേ ഞാൻ ഡിസ്കസ് ചെയ്യും. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ വർഷം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ on the set of all rational numbers on Q given by S star B equal to AB by 3. Check whether star is first part commutative, second part associative, third part find identity element of this binary operation. S star B equal to AB by 3 ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഈ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. തേർഡ് പാർട്ട്, ഈ ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടെത്തുക. ഇത് മൂന്നും കൂടെ ഒരു പ്രോബ്ലത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടോ 2 പാർട്ടോ ക്ലബ് ചെയ്തൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് വെദർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ നോട്ട്. ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ കണ്ടീഷൻ എസ് സ്റ്റാർ ബി ഈക്വൽ ടു എന്തായിരിക്കണം? ബി സ്റ്റാർ എ. ഹിയർ എസ് സ്റ്റാർ ബി ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? എ ബി ബൈ 3. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഡിവൈഡിംഗ് ബൈ 3. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. സ്റ്റാർ മീൻസ് ഹിയർ എന്താണ്? മൾട്ടിപ്ലൈങ് ദീസ് എലമെന്റ്സ് ആൻഡ് ദെൻ ഡിവൈഡിംഗ് ബൈ 3. A star B കിട്ടി. Now B star A. A star B എന്ന് പറഞ്ഞാൽ A into B by 3. അപ്പൊ B star A എന്ന് പറഞ്ഞാൽ B into A by എന്താണ്? 3. B into A by 3 എന്ന് പറയുന്നത് തന്നെയാണ് AB by 3 അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ B into A എങ്ങനെ എഴുതാം? A into B എന്ന് എഴുതാം. So which is equal to AB by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? A star B. നമുക്ക് എന്ത് കിട്ടി? S star B equal to B star A. Therefore star is commutative. One word question ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Simple one. Next, second part. We have to check whether the binary operation star is associative or not. എന്താണ് associative property? ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെങ്കിൽ we have to prove S star ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു എസ് സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? എസ് സ്റ്റാർ ബി ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു എസ് സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പ്രൂവ് ചെയ്താൽ ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയും. ഫോർ ദാറ്റ് ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എസ് സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുക, which is equal to എസ് സ്റ്റാർ what is ബി സ്റ്റാർ സി. Here star എന്ന് പറഞ്ഞാൽ multiplying then dividing by 3. അപ്പൊ B star C എന്ന് പറഞ്ഞാൽ B യും C യും multiply ചെയ്യുക then dividing by 3. Next, which is equal to വീണ്ടും A star this one. വീണ്ടും എന്താണ്? സെയിം ഓപ്പറേഷൻ. ഇതും multiply ചെയ്യുക then dividing by 3. ഇതും multiply ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A into BC by 3 by 3. ഇതും മൾട്ടിപ്ലൈ ചെയ്തു A into BC by 3 then dividing by 3 equal to ABC by 3. താഴെ വരുമ്പോൾ 3 into 3 എന്ത് കിട്ടും? 9. Similarly ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടെത്തുക. എന്താണ്? S star B star C. S star B നമുക്ക് given question തന്നിട്ടുണ്ട് AB by 3. Star എന്താണ്? C.
വീണ്ടും ഇത് സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈമെന്റ് കിട്ടും. അഗൈൻ AB by 3 into C by എന്താണ് 3. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, then dividing by 3. അതാണ് ഇവിടത്തെ സ്റ്റാർ, which is equal to again ABC by 3 into 3 എന്ത് കിട്ടും 9. ഇതും ABC by 9, ഇതും ABC by 9. That means here therefore എന്താണ് S star ബ്രാക്കറ്റിനകത്ത് B star C equal to this one S star B star C അല്ലെ. ബ്രാക്കറ്റ് മാറ്റി എന്താണ് ഓപ്പറേഷൻ ചെയ്താലും നോ ചേഞ്ച്. ദാറ്റ് മീൻസ് ഹിയർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഈസ് എന്താണ് അസോസിയേറ്റീവ്. ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ കണ്ടീഷൻ S star B equal to B star A. അസോസിയേറ്റീവ് ആണെങ്കിൽ കണ്ടീഷൻ മാറിപ്പോകരുത്. S star B star C equal to S star B star C. ആദ്യത്തെ രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദിസ് ബൈനറി ഓപ്പറേഷൻ. S star E equal to E star A equal to A, then E is called the identity element of star. A star E കണ്ടാലും തിരിച്ച് E star A കണ്ടാലും A തന്നെ കിട്ടിയാൽ E is called എന്താണ് identity element of star. Here we have to find identity element of this binary operation. For that ആദ്യം S star E equal to എന്തെന്ന് അസ്യൂം ചെയ്യുക, A എന്ന് അസ്യൂം ചെയ്യുക. S star E, S star B എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, then dividing by 3. അപ്പൊ S star E എന്ന് പറഞ്ഞാൽ A into E by 3 equal to A. A cancel ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും E equal to 3. ഇവിടെ വെച്ച് E equal to 3 എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. തിരിച്ച് also E star A equal to A എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തു, അപ്പോൾ സിംപ്ലിഫൈബിൾ കിട്ടുന്ന ഇയുടെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കണം, ഈ 3 തന്നെ ആയിരിക്കണം. ഐഡന്റിറ്റി എലമെന്റ് മസ്റ്റ് ബി എന്താണ് യുണീക്, എങ്കിലേ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഈ സ്റ്റാർ എ അഗൈൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, then dividing by 3. E A by 3 equal to A. Again A cancel ചെയ്താൽ E equal to എന്ത് കിട്ടി 3. അപ്പോൾ നമ്മൾ ഓർമ്മിച്ചു രണ്ട് രീതിയിലും E എന്ന് പറഞ്ഞാൽ 3 കിട്ടി. Therefore ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഈസ് എന്താണ് 3 എന്ന് പറയാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വേണമെങ്കിൽ എക്സാമിനേഷന് ഒരു പാർട്ട് കൂടെ ചോദിക്കാം. സോ അതുകൊണ്ട് ഞാൻ ഫോർത്ത് പാർട്ടായിട്ട് ആ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് 5 ഫോർ ദിസ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ 5 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് എന്താണ്? To find inverse, first of all, assume that S star B equal to B star A equal to E. S star B കണ്ടാലും തിരിച്ച് B star A കണ്ടാലും എന്ത് തന്നെ കിട്ടണം, E തന്നെ കിട്ടിയാൽ B is called എന്താണ്, B is called the inverse of A. A യുടെ ഇൻവേഴ്സ് എന്തെന്ന് പറയും, B എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് S star B equal to E എന്ന് ഞാൻ അസ്യൂം ചെയ്തു. S star B എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB by 3 equal to എന്താണ് E. That is AB equal to cross multiply ചെയ്യുമ്പോൾ 3 into E. E എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് 3 എന്നറിയാം. So AB equal to എന്താണ് 9. We have to find എന്താണ് inverse of the element 5. 5 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ്, അതായത് എക്ക് ഞാൻ 5 എന്ന് കൊടുത്താൽ B ഈക്വൽ ടു എന്ത് കിട്ടും, എക്ക് 5 എന്ന് കൊടുക്കുകയാണ്, എക്ക് 5 എന്ന് കൊടുക്കുമ്പോൾ 9 by 5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് 5 on this operation is 9 by 5 എന്ന് പറഞ്ഞല്ലോ. S star B equal to E കിട്ടിയാൽ B ആണ് എന്തിന്റെ ഇൻവേഴ്സ്, A യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ആണ്. അപ്പോ A യുടെ ഇൻവേഴ്സ് B. അപ്പോ 5ന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് കണ്ടാൽ മതി, B കണ്ടാൽ മതി. അപ്പോ Aക്ക് 5 കൊടുക്കുക, Aക്ക് 5 കൊടുത്തപ്പോൾ B ഈക്വൽ ടു എന്ത് കിട്ടി 9 by 5. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വളരെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് കാണാൻ. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ട് അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിനാണ് പ്രാധാന്യം കൂടുതൽ. അത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് കാണുന്ന പ്രോബ്ലത്തിനാണ് പ്രാധാന്യം കൂടുതൽ. അതും കഴിഞ്ഞാൽ, അതായത് മേളിൽ പറഞ്ഞ 3 ക്വസ്റ്റ്യനും ചോദിച്ചില്ല എങ്കിൽ ഇൻവേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, നോൺ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഗിവൺ ബൈ S star B equal to AB by 4. AB by 3 ക്ക് പകരം AB by 4.
check whether star is commutative. Second part, associative. Find the identity element of star. ആ രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്പൊ എ ബി ബൈ 4 ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 4 ആയിരിക്കും. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 6 ആണെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചു എങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായി വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.